ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമാണ്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് വന്ന ദിവസം. അത്തായം മുതൽ രാത്രി വരെ നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഞാൻ പോയിട്ട് സുബൈ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഖുർആൻ ഓതി ഇനി നമുക്കൊന്ന് കടക്കാന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല. കാരണം 6 o'clock എണീക്കണം, സ്കൂളുണ്ട്. നോമ്പായത് കൊണ്ട് തന്നെ മൂത്ത രണ്ടാക്കും ലഞ്ച് വേണ്ട. പക്ഷെ ഇളയാക്ക് പോകുമ്പോൾ ഞാൻ ഓട്സാ കൊടുക്കാറുള്ളത്. എപ്പോഴും ഓട്സ് കൊടുക്കാറില്ല. വല്ലപ്പോൾ ലഞ്ചിലേക്ക് ഞാൻ കൊടുക്കുന്നത് നഗറ്റ്സ് ആണ്. അപ്പൊ ഒന്ന് എടുത്ത് പൊരിച്ചാൽ മാത്രം മതി. ഇളയാൾക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണം മക്കളെ പോയി വിളിക്കാൻ. മക്കളെ വിളിച്ച് എണീപ്പിച്ച് സ്കൂളിലേക്ക് അയക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. മൂത്താളും രണ്ടാമത്താളും എന്നാലും എണീക്കും. പക്ഷെ ഇളയാള് ഒട്ടും എണീക്കൂല. അത് ഭയങ്കര പണി. ബാത്റൂമിലേക്ക് എടുത്തോണ്ട് പോയിട്ട് ഫേസിലൊന്ന് വെള്ളം തട്ടിയാൽ മാത്രമേ ആള് കണ്ണോർക്കുള്ളൂ. എപ്പോഴും ഭയങ്കര കരച്ചിലായിരിക്കും. ഇന്ന് ഞാൻ അവിടെ ട്രൈപോഡ് വെച്ചാണ്ടിട്ട് ആള് കരയുന്നൊന്നുമില്ല. 3 ഗേൾസ് ആയതുകൊണ്ട് തന്നെ മുടി കെട്ടി കൊടുക്കാന്നുള്ളതുണ്ടല്ലോ, അതൊരു വലിയ പണിയാണ്. ഈ ഒരു ടൈമിൽ ഞാൻ എപ്പോ വിചാരിക്കും 3 ആളെയും ബോയ് കെട്ടടിക്കണം. ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ നല്ല സ്ലോ ആയിരുന്നു. ഒരു 7:30 സ്കൂളിലേക്ക് എത്തണം. ഇനി എല്ലാത്തിനെയും കൂട്ടിയിട്ട് ഒരു ഓട്ടം തന്നെ ഞാൻ ഓടിയിട്ട് വേഗം എല്ലാത്തിനെയും കാറിലിട്ടിട്ട് സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഒരുപാട് ആള് ചോദിക്കാറുണ്ട് റൂം എവിടെയാന്നുള്ളത്. നമ്മളെ റൂം വരുന്നത് ന്യൂസലാത്തയിലാണ്. ന്യൂസലാത്തയിൽ MES സ്കൂളിലേക്ക് ഒരു ജസ്റ്റ് 15 minutes ഉണ്ടാവും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ റൂമിൽ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എനിക്ക് കുറച്ച് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പത്തേക്കും കുട്ടികൾ വന്നു. ഇനി കുട്ടികളെ കടത്തി അവരെ കൂടെ ഞാനും ഉറങ്ങിയിട്ട് എണീച്ചത് ഒരു 1:30 അങ്ങനെയൊക്കെ ആയി. ഇന്ന് എനിക്കൊരു നോമ്പോറുണ്ട്. ഒരാൾ ഓരോ സ്നാക്സ് കൊണ്ടുപോകണം. ഞാൻ കൊണ്ടുപോകുന്നത് കട്ട്ലേറ്റ് ആണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട്. കാരണം നോമ്പോറ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 2 ഷൂട്ട് ഉണ്ട്. അതും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. പിന്നെ സ്കൂളുണ്ട്, കുട്ടികൾ ഉറങ്ങും. അങ്ങനെ ക്ലീനിങ്ങും കഴിഞ്ഞ് കിച്ചണിൽ പോയപ്പോൾ മനസ്സിലായത് പാലും ഇല്ല ചീസും ഇല്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള 03 മാളിൽ പോയിട്ട് സ്പാർ എന്ന് ഞാൻ പാലും സാധനങ്ങളൊക്കെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കട്ട്ലേറ്റ് ആണ്. വെറും കട്ട്ലേറ്റ് അല്ല, ചീസ് വെച്ച കട്ട്ലേറ്റ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവിധ പേടിയുണ്ട്. നോമ്പായതുകൊണ്ട് തന്നെ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റും. ഞാൻ കിച്ചണിൽ എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 4 o'clock ആയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാ ഇതൊക്കെ ഉണ്ടാക്കി കഴിയാന്ന് എനിക്കറിയാം. പക്ഷെ ഞാനല്ലേ ആള് എല്ലാം കറക്റ്റ് ടൈമിന് തന്നെ സെറ്റ് ആക്കി. അങ്ങനെ അതൊക്കെ പാക്ക് ആക്കി നമ്മൾ പോകുന്നത് മുംതസ പാർക്കിലേക്കാണ്. നോക്ക് കല്ലുമ്മക്കായി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നോമ്പോർക്ക് പോയാലുണ്ടല്ലോ മറ്റുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. അതും കഴിഞ്ഞ് നേരെ റൂമിൽ പോയിട്ട് ഒരു സൽവാർ ഇട്ടിട്ട് ദേപുട്ടില് ഷൂട്ടിലേക്ക് പോകും. ദേപുട്ടില് സുഹൂർ ബൊഫെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് റൂമിൽ വന്ന് ഡ്രസ്സ് മാറ്റിട്ട് നമ്മൾ നേരെ പോകുന്നത് അൽഷാമിൽ ട്രേഡിംഗിലേക്കാണ്. ഈ ഒരു ഷൂട്ടോട് കൂടി എന്റെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞതായി അറിയിക്കുന്നു. ബൈ ബൈ.